റസൂലുള്ളാഹിന്റെ ജന്മദിനം, അതിലെ ദിവസം, മാസം, വർഷം അതെങ്ങനെയാണ് എന്ന് പരിശോധിക്കുമ്പോൾ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ആ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച മാസവുമായി ബന്ധപ്പെട്ട് സഫർ മാസത്തിലാണെന്നും അതുപോലെ തന്നെ റജബ് മാസത്തിലാണെന്നും റമദാൻ മാസത്തിലാണെന്നും റബീഉൽ അവ്വലിലാണെന്നും ഇങ്ങനെ വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. മാത്രമല്ല, ഇതിൽ നിന്നും വ്യത്യസ്തമായി മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ ഉന്യ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ റസൂലുള്ളാഹി ജനിച്ച ദിവസവുമായി ബന്ധപ്പെട്ട് പറയുന്നത് മുഹറം 10-നാണ്. ഇനി റബീഉൽ അവ്വൽ മാസത്തിലാണ് എന്ന് നമ്മൾ സങ്കല്പിച്ചാൽ തന്നെ റബീഉൽ അവ്വൽ മാസത്തിന്റെ ദിവസവുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ. റബീഉൽ അവ്വൽ 2-നാണെന്നും 8-നാണെന്നും 9-നാണെന്നും 10-നാണെന്നും 12-നാണെന്നും 17-നാണെന്നും 18-നാണെന്നും 22-നാണെന്നും തുടങ്ങി ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ വിഷയത്തിൽ കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് ഹദീസിൽ ഉദ്ധരിക്കപ്പെട്ടത് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ 1162-ാമത്തെ ഹദീസായി സുഇലൻ സൗമിൽ ലിസ്നൈൻ, തിങ്കളാഴ്ചയിലെ സുന്നത്ത് നോമ്പിനെ കുറിച്ച് റസൂലുള്ളാഹിനോട് ചോദിക്കപ്പെട്ടപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഫീഹി ഉലിത്തു, ഒരു തിങ്കളാഴ്ചയാണ് ഞാൻ ജനിച്ചത്. ഒരു തിങ്കളാഴ്ചയുടെ വിഷയമാണ് യഥാർത്ഥത്തിൽ ഹദീസിൽ റസൂലുള്ളാഹിന്റെ ജനന ദിവസവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം നമുക്ക് കാണാൻ കഴിയുക. അപ്പൊ റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിൽ ആരെങ്കിലും സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവര് ചെയ്യേണ്ടത് ഓരോ ആഴ്ചയും തിങ്കളാഴ്ചയാകുമ്പോൾ സുന്നത്ത് നോമ്പ് നോൽക്കുകയും ചെയ്യേണ്ടത്. അതാണ് റസൂലുള്ളാഹിന്റെ മാതൃകയിൽ നിന്ന് ഹദീസിൽ നിന്ന് കൃത്യമായ രൂപത്തിൽ മനസ്സിലാക്കാൻ കഴിയുക.